കുറെ നാള് മുൻപ് ഞാനൊരു കലണ്ടർ ഉണ്ടാക്കി. ബട്ട് അതിന്റെ അവസ്ഥ ഇപ്പോഴത്തെ ഇങ്ങനെയാണ്. സോ നമുക്ക് ഇതിനെ ഒന്ന് റിമേക്ക് ചെയ്തെടുത്താലോ? പഴയ കലണ്ടേഴ്സ് എന്തായാലും ഞാൻ മാറ്റുന്നില്ല. സോ അത് ഞാൻ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു കാർഡ്ബോർഡിന്റെ പീസും പിന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി എന്തായാലും ഞാൻ പറഞ്ഞു തരേണ്ടി വരത്തില്ല, കാരണം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ ഡെസ്കുമേൽ ഇരിക്കുന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കലണ്ടർ. കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നതും, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ഒക്കെ ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എങ്ങാനും ഞാൻ വിഷയം വിട്ടുപോയി കഴിഞ്ഞാൽ നല്ല കിട്ടും. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് വളരെ യൂസ്ഫുൾ ഒരു സാധനമാണ് ഈ ഒടിഞ്ഞു മടങ്ങി തൂങ്ങി എൻ്റെ കയ്യിൽ വന്നത്. അതും മെയിൻലി എൻ്റെ ഹാൻഡ്ലിങ് കൊണ്ടാണ്. എല്ലാ ദിവസവും എടുക്കുന്നു, നോട്ട് ചെയ്യുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ അതിൽ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ പകുതിയോളം നമ്മുടെ കലണ്ടറിന്റെ സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ക്യൂട്ട്നെസ്സിന് ഒട്ടും കുറവുണ്ടാന്ന് കരുതി ഞാൻ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചെടുക്കുകയാണ്. എല്ലാം മൊത്തത്തിൽ ഇത്തവണ ഞാൻ ഒരു പിങ്ക് മയമാണ് എടുത്തേക്കുന്നത്. സോ എന്തായാലും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്കെന്തോ ഈ സ്റ്റിക്കർ ഒട്ടിച്ചതങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കലണ്ടേഴ്സ് ഒന്ന് ഇതിനകത്തോട്ട് വെച്ചുകൊടുക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ കലണ്ടർ റെഡി ആയിരിക്കുകയാണ്. ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഞാൻ വിചാരിച്ചൊന്ന് വാളിൽ സ്റ്റിക്ക് ചെയ്യാം. ഞാൻ ഇരിക്കുന്ന സൈഡിൽ തന്നെ എൻ്റെ മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര കൺവീനിയന്റ് ആണ്, നല്ല ഈസി ആയിട്ടൊക്കെ എനിക്ക് തോന്നി. നേരത്തെ ഉണ്ടാക്കിയ കലണ്ടറിന്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.